ഞാനും മിഴിയും കൂടെ ഹായ് ഒക്കെ പറഞ്ഞിട്ട് നേരെ പോകുന്നത് ഇവിടെ നമുക്ക് താമര നടാനായിട്ട് ഒരു ടാങ്ക് നമ്മൾ നേരത്തെ ആക്രിക്കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം നന്ദിച്ചേട്ടൻ അത് കുറേ ദിവസം കൊണ്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ നമുക്കത് ഞായറാഴ്ചയാണ് കട്ട് ചെയ്ത് തന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കഴിക്കാൻ പോയി. നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് പുട്ടും സോയാബീനും ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുടി മുട്ടയടിച്ചിട്ട് വന്നതല്ലേ, കരിയും മുട്ടയും ഒക്കെ ചേർത്ത് എന്തോ തേക്കുമായിരുന്നു അമ്മ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പപ്പടവും കൊണ്ട് അമ്മയൊക്കെ വന്നായിരുന്നു. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ദയനീയമായിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാണേ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പെരയ്ക്കകത്ത് പോയി വീഡിയോ ഓണാക്കി വെച്ചപ്പം അതിൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ഭയങ്കര ചിരിയും കളിയും കണ്ണും കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നൊക്കെ ഉണ്ട്. വന്ന് നോക്കിയൊക്കെ നിന്ന് കുറച്ച് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് നന്ദുചേട്ടനും ജോലിക്ക് പോയി കഴിഞ്ഞ് ഞാനും അമ്മയും ഈ ബേസിനും താമരയൊക്കെ ഇവിടുത്തെ മാറ്റിയിട്ട് ആ ടാങ്ക് എടുത്ത് വെച്ച് നോക്കാമെന്ന് കരുതി എല്ലാം പിടിച്ച് മാറ്റി. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുഞ്ഞിപ്പെണ്ണും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ടാങ്കൊക്കെ എടുത്ത് അവിടെ വെച്ചെല്ലാം സെറ്റാക്കിയപ്പോഴും കുഞ്ഞിപ്പെണ്ണ് ഞങ്ങളുടെ കൂടെ തന്നെ അവിടെയൊക്കെ നടപ്പുണ്ട്. അപ്പോൾ ടാങ്ക് ഇച്ചിരി ചരിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ കല്ലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് എടുക്കാൻ വയ്യാത്ത ഒരു ബേസിനും എടുത്തുകൊണ്ട് വന്നതിന് അമ്മ വഴക്ക് പറഞ്ഞതിന് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്ത് കൊണ്ടുപോകാനായിട്ട് ഒരുക്കിയ സന്തോഷമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോയിട്ട് തിരിച്ച് കുഞ്ഞിപ്പെണ്ണിനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഞങ്ങൾ ചാരുമൂട് വരെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് പിന്നെ നമുക്ക് ചായക്ക് കടിയൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അവർ ചാച്ചൻ വന്ന് വിളിച്ചപ്പോൾ തന്നെ കുഞ്ഞിപ്പെണ്ണതേ പെട്ടെന്ന് ഓടി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന കവർ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൈ കൊടുത്ത് കുഞ്ഞിപ്പെണ്ണ് തന്നെ ഇതെല്ലാം മേടിച്ചിട്ട് വീതം വെച്ച് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. ആദ്യമേ തന്നെ എൻ്റെ ആങ്ങള വന്നിട്ടുണ്ടായിരുന്നു, ആങ്ങളയുടെ കയ്യിലും കൊണ്ട് കൊടുത്തു. അപ്പോൾ പിന്നെ അവിടെ നിന്നെല്ലാം എടുത്തുകൊണ്ട് വന്ന് എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കിയിട്ട് എല്ലാവർക്കും കുഞ്ഞിപ്പെണ്ണ് തന്നെ കൊണ്ട് കൊടുക്കും. ആ പുള്ളിക്കാരി ഓരോ കടിയൊക്കെ കടിച്ചിട്ടേ കൊണ്ട് കൊടുക്കത്തുള്ളൂ, എന്നാലും എല്ലാവർക്കും കൊടുക്കും. എന്ത് സാധനം കിട്ടിയാലും എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. അങ്ങനെ അതിനകത്ത് നിന്ന് ഓരോന്നൊക്കെ പെറുക്കി ആദ്യം തന്നെ ഏത്തയ്ക്കാപ്പമായിരുന്നു, അത് ഏത്തയ്ക്കാപ്പമൊക്കെ എടുത്ത് എൻ്റെ ആങ്ങളയ്ക്ക് കൊണ്ട് കൊടുത്തു. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനും ഒരു കടിയൊക്കെ കടിച്ചിട്ടാണ് കുഞ്ഞിപ്പെണ്ണ് കൊടുത്തതൊക്കെ. അത് കഴിഞ്ഞ് നേരെ പോയത് അവളുടെ ചാച്ചന് കൊച്ചച്ഛന് കൊടുക്കാനാണ്. കൊച്ചച്ഛനെ ചാച്ച എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കൊച്ചച്ഛനും കൊണ്ട് കൊടുത്തു, എൻ്റെ ആങ്ങളയ്ക്കും കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മയും ഞാനും നന്ദുചേട്ടനും എൻ്റെ ആങ്ങളയും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് തേയിലവെള്ളവും ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്മ പളനിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എന്നിട്ട് നമ്മൾ അൺബോക്സിങ് ചെയ്യുമായിരുന്നു. എനിക്ക് കുറച്ച് കുപ്പിവളയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എത്ര വള ഉണ്ടെങ്കിലും ശരി, എനിക്ക് കുപ്പിവള തന്നെയാണ് ഇഷ്ടം. അതുപോലെ മുടിയില്ലാത്ത നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് സ്ലൈഡും മേടിച്ചിട്ടുണ്ടായിരുന്നു, മുടി വരുമ്പോൾ കുത്താമെന്ന് അമ്മ പറഞ്ഞത്. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് 2-3 കളിപ്പാട്ടവും ലൈറ്റ് കത്തുന്ന കളിപ്പാട്ടം പിന്നെ പാവ ഇതെല്ലാം നമ്മളവിടെ നോക്കിയിരുന്ന് കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിന് കഴിക്കാൻ കൊടുത്ത ഏത്തയ്ക്കാപ്പം എടുത്ത് പിന്നെയും കുഞ്ഞിപ്പെണ്ണിൻ്റെ ചാച്ചനും കൊണ്ട് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ മുറ്റത്തോട്ട് ഇറങ്ങി. അപ്പം ഞാനും കുഞ്ഞിപ്പെണ്ണും അമ്മയും കൂടെ നമ്മുടെ ആ റോഡിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുമായിരുന്നു. കുഞ്ഞിപ്പെണ്ണിനെ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെരുപ്പിടാനും സമ്മതിക്കത്തില്ല, അവിടെ എല്ലാം കുഞ്ഞിപ്പെണ്ണിന് നടക്കണം. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മുറ്റത്തൊക്കെ നമ്മൾ കുറേ നേരം നടന്ന് ഓരോ കല്ലും പെറുക്കി എൻ്റെ കയ്യിൽ തരും, ഞാനങ്ങ് താഴെ കളയും, പിന്നെയും എടുത്ത് എൻ്റെ കയ്യിൽ തരും. അത് കഴിഞ്ഞ് അവൾ ക്ഷീണിച്ച് കഴിഞ്ഞിട്ട് ഒരിടത്ത് ഇരുന്ന് കല്ല് പെറുക്കി കളിക്കുവാണേ. അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഈ കല്ല് പെറുക്കി വായിലൊക്കെ ഇടും, നമ്മൾ നോക്കുന്നു ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. പിന്നെ നമ്മൾ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു